അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പെരിങ്ങോട്ടുകര യൂണിറ്റ് SYSS KSF പ്രവർത്തകരെ, ഭാരവാഹികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം സമഗ്രം സമ്പൂർണം എന്ന വിഷയത്തിൽ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ നമ്മുടെ യൂണിറ്റിലും നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നമ്മുടെ യൂണിറ്റിലും നടന്നു വന്നിരുന്ന റബീഉ ക്യാമ്പയിനിൻ്റെ സമാപന സംഗമത്തിലാണ് നാം നിലകൊള്ളുന്നത്. കോവിഡ് മാനദണ്ഡങ്ങളും അതിലുപരി കോവിഡ് നിയന്ത്രണങ്ങളും അതിലുപരി നമ്മുടെ യൂണിറ്റ് പരിസരങ്ങളിലുള്ള ലോക്ക്ഡൗണുകളും മൂലം നമ്മൾക്ക് ഒരിടത്ത് സംഗമിക്കാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ SYSS KSF പെരിങ്ങോട്ടുകര യൂണിറ്റിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് നമ്മൾ ഇൻഷാ അള്ളാഹ് ഈ സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആദ്യമായി പ്രാരംഭ പ്രാർത്ഥനയാണ്. പ്രാരംഭ പ്രാർത്ഥന നടത്തുന്നത് നമ്മുടെ SKSF പെരിങ്ങോട്ടുകര യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റും തൃത്തല്ലൂർ വെസ്റ്റ് ജുമാ മസ്ജിദ് മഹല്ല് ഖത്തീബുമായ ഉസ്താദ് ഷബീർ ബാഖവി അവറുകളാണ്. ഷബീർ ബാഖവി ഉസ്താദിനെ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട SYSS KSF പെരിങ്ങോട്ടുകര യൂണിറ്റിലെ അംഗങ്ങളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതം സമഗ്രം സമ്പൂർണം എന്ന പ്രമേയത്തിൽ റബീഉ ക്യാമ്പയിൻ്റെ ഭാഗമായി റബീഉൽ അവ്വൽ 1 മുതൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് സദസ്സുകൾ മുൻപ് നടത്തിയിരുന്നത് പോലെ വ്യാപകമായ രീതിയിൽ നടത്താനോ അതിനുവേണ്ടി ഒത്തുചേരാനോ നമ്മുടെ സാഹചര്യം നമ്മളെ അനുവദിക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവാചക പ്രകീർത്തനങ്ങൾ ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രവർത്തകർ ആവുന്നത്ര ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇന്നത്തെ ദിവസം റബീഉൽ അവ്വൽ 12 എല്ലാ പ്രവർത്തകരും അവരവരുടെ വീടുകളിൽ ഓരോ അംഗത്തിനെ കൊണ്ടും 100 സലാത്തെങ്കിലും ചൊല്ലിക്കാനും വീട്ടിലൊരു മൗലിദെങ്കിലും പാരായണം ചെയ്യാനും ഉള്ള ഒരു ശ്രമം ഓരോ പ്രവർത്തകനും നടത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേണ്ടും വിധം സ്നേഹിക്കുന്ന, പിൻപറ്റുന്ന മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളുമായ ഇബാദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, നമ്മുടെ മഹലിൽ നടക്കുന്ന നബിദിന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നവർ, അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മനസ്സ വാച കർമ്മണ എല്ലാവിധ സഹായങ്ങളും നൽകുന്നവർ, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ നിലക്കും നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. പലരും രോഗികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോ പ്രവർത്തനത്തിന് താങ്ങും തണലുമായി കൊണ്ട് എന്ത് ആവശ്യപ്പെട്ടാലും അത് അതേ സമയം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്ന പ്രവർത്തകരുണ്ട്. അതുപോലെ പ്രവർത്തകർ ആവശ്യപ്പെട്ടാൽ ഉടനെ തന്നെ ചെയ്യാൻ തയ്യാറാകുന്ന ധാരാളം മഹത് വ്യക്തിത്വങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ വരുമാന മാർഗ്ഗങ്ങളിൽ ഖൈറും ബറക്കത്തും ചൊരിയുമാറാകട്ടെ. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മെയും അവരെയും സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മൗലിദ് മജ്ലിസ്, ഓൺലൈൻ മൗലിദ് മജ്ലിസ് ആരംഭിക്കുകയാണ്. ഇലാ ഹദ്റത്ത് റൂഹ് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ വ ഇലാ ഹദ്റാത്ത് അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا مصطفانا محمد. اللهم أوصل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومرضية أولا منا إلى حضرة الروح نبينا منجدنا مرشدنا مصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات أهل الخير كلهم أجمعين. اللهم اغفر لنا ولوالدينا ولمشائخنا ولأساتذنا ولأزواجنا ولإخواننا ولأخواتنا ولتلاميذنا ولمن ينصرنا ولمن أعاننا ولمن أحبنا ولمن أطعمنا ولمن أوصانا بالدعاء يا ذا الجلال والإكرام. اللهم حصل حلال مرادنا ومرادهم يا محصل المرادات. اللهم اشف أمراضنا وأمراضهم شفاء لا يغادر سقما ولا ألما يا شافي الأمراض. اللهم افتح لنا أبواب الرحمة وأبواب السلامة وأبواب الخير كلهم أجمعين. اللهم بارك لنا في كل أمورنا خصوصا في تعلمنا وتعليمنا وتدريسنا وفي كل معاملاتنا يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بسم الله الرحمن الرحيم. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا. ألا هو الذي تفصل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي به في النار فعاد وصار لهبها مخمدا. ورأت أمه آمنة حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام ب1000 عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه. فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأسلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقي على سفاه قط. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على
سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد يا ربي صلي وسلم. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت منجينا غدا من شفاعتك الصفا، من لنا مثلك يا سيدي خير النبي. ارتكبت على الخطا غير حسر وعادات، لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي. الشفاعة هب لنا في القيامة مشفقا، ولنا إن ضاع يا سيدي خير النبي. الصلاة على النبي كل وقت دائما، لاح نجم في السماء سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. بسم الله الرحمن الرحيم. روى كعب الأحبار رضي الله عنه لما أراد الله تعالى إظهار نور المحزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة إطهر فتاة في الغرب، وذلك في ليلة الجمعة في من شهر رجب أمر رضوان عليه السلام. وفتح أبواب الجنان وتزينت الحور والولدان ودقت بشائر الأفراح وزهرت كواكب الصباح، ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنة قد استقر ولما انتقل، ونور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة اهتز العرش طربا واستبشارا، وزاد الكرسي هيبة ووقارا، وامتلأت السماوات أنبارا، وضجت الملائكة تحليلا واستغفارا، وأصبحت آمنة تلك الليلة وأنوار الطلوع في جبهتها المؤتمنة، وعمنت به من المخاوف الكامنة، وظهرت للانتقال نوره الآيات، وتباشرت به جميع المخلوقات. ولما حملت به صلى الله عليه وسلم في رجب الحنا بشرت في شعبان بنيل المنى، وقيل لها في رمضان لقد حملت من بالمطهر من الدنس والخنا، وسمعت الملائكة في شوال يبشرونها بنفر بغاية المنى، ورأت الخليل إبراهيم عليه السلام
في ذي القعدة وهو يقول لها أبشري بصاحب الأنوار والوقار والسنا. وآتاها في ذي الهجة موسى الكليم عليه السلام وأعلمها برتبة محمد صلى الله عليه وسلم وجاهه لسنا. وناداها في محرم جبريل عليه السلام بأن وقت ولادتها قد دنا واصطفت الملائكة منزلها في سفر فعلمت أن موعد السرور قد قرب ودنا. ولما حل ربيع الأول علات الأرض والسماء وأشرقت البيت والصفا. ثم لما جاء وقت الولادة وخرج منصور السعادة وجد بآمنة أمر الولادة وهان بروس الشمس السعادة. تلألأ الحق نورا الله ونشرت له في الكون أعلام الرضا. وإذا بطائر إن أبيض قد سقط من الهوى ومر بجناحيه على بطن يامنا مسرعا وضربها المهاض ليلة الاثنين الثاني عشر في شهر ربيع الأول وولدت صبيحتها النبي الثقلين صلى الله عليه وسلم وعلى آله وصحبه أجمعين. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. يا رب صل على النبي محمد منجي الخلائق من جهنم في يدي. ولد الحبيب السيد المتعبد والنور من وجناته يتوقد. جبريل نادى في منصة حسنه هذا مريح القون هذا أحمد. يا رب صل على النبي محمد منجي الخلائق من جهنم في يدي. هذا كهيل الطرف هذا المصطفى هذا جزيل الوصف هذا سيد. هذا جميل النعت هذا المرتضى هذا مليح الوجه هذا الأوحد. يا رب صل على النبي محمد منجي الخلائق من جهنم في يدي. هذا الذي خلعت عليه ملابس ونفائس ونظيره لا يوجد. قالت ملائكة السماء بأسرهم ولد الحبيب ومثله لا يولد. يا رب صل على النبي محمد منجي الخلائق من جهنم في يدي. مسرى لأمته برؤية وجهه هذا هو الجاه العظيم الأسيد. ولدته مختونا ومكهولا كما قد جاء في الخبر الصحيح المسند. صلى عليك الله يا علم الهدى ما نهى طير في العسون يعرض. يا رب صل على النبي محمد منجي الخلائق من جهنم في يدي. بالله من الشيطان الرجيم بسم الله الرحمن الرحيم. وروي أن امرأتين وضعته صلى الله عليه وسلم نورنا الله ذو قصور بصنا من أرض الشام. وروي أن آمنة قالت لما وضعته مددت عيني لأنظر ولدي فلم أره ثم وجدته في المحضر
وهو مكحول مدهون محتون ملفوف بثوب من الصوف الأبيض ألين من الحرير يفوه الطيب من جنابه. فجعلت أنظر إليه وإذا منادي ينادي يحفو عن أعين الناس. قالت فما كان عيبته وظهوره إلا كلمه البصر. ولما كنت متحيرة في ذلك إذن بثلاثة منثل قد دخلوا علي كأن وجوههم أقمار في يد أحدهم إبريق من الفضة ومؤخر تشت من الزبرجد الأحمر وفي يد الثالث حريرة بعضها مطوية فنشرها فإذا هي حاتم يحير عين الناظرين من شدة نوره. حمل بني وناوله لصاحب التشت وأنا أنظر إليه فأسأله من ذلك الماء الذي فيه في الإبريق 7 مرات ثم قال صاحب اختم بين كتفيه بخاتم النبوة وهو خاتم النبيين وسيد أهل السماوات والأرض أجمعين. وقيل لما ولد صلى الله عليه وسلم هذا تلك ليلة نار الفارس باب ضرام ولم تكن حملت تلك ذلك ألف أيام مرت الجيوان الكسرى فسقط منه 4 شهر شرافة وعلت مهيرة وصارت أصحاب أصنام الدنيا كلها منقوشة ورمية الشياطين من السماء وشهب الثراقب وانبلج سبل وبطل ما كان يعمله كل كاذب. وروي أن يحيى بن عروة عن نفر من قريش كانوا عند صنم من أصنامهم قد اتخذوا وذلك اليوم العيد من أيامهم ينهرون فيه الجزور ويأكلون ويشربون وقد عقفوا عليه يخوضون ويلعبون فدخلوا عليه فوجدوه مقبوبا على وجهه فانقروا عند ذلك عليه وردوا إلى حاله فانقلب انقلاب صائرا ففعلوا ذلك 3 وهو لا يستقيم. ولما رأوا ذلك أبدا حزنا تعلما قال سبحان العيد الذي كانوا فيه ماتما. فقال عثمان بن هويرس ما له قد فلتنقص إن هذا بأمر حدث وانشد قلبه يسلى بالنار. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. أيا صنم العيد الذي صف حوله صناديد من وفد بعيد ومن غرب تنكست مقلوبا وما ذاك كلنا ومن حسننا قد دارت العير بالسهب. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. وإن كنت من ذنب أتينا فإننا نبوء بإقرار ونلوي عن الذنب. وإن كنت مغلوبا ونكست صائرا وما أنت في الأوثان بالسيد الرب. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. تردى لمولود أضاءت بنوره جميع فجاج الأرض في ضمن الرغب. ونار جميع الفرس قد خامدت له وقد بات شاه الفرس في أعظم القرب. ويا لا قسي ارجعوا عن ضلالكم وحبوا إلى الإسلام والمنزل الربي. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. قال ابن إسحاق لما كان اليوم الصابح ذهب عنه جده عبد المطلب وقام بأمره كما ودعا قريشا وأطعمهم وأكرمهم. فلما قالوا يا عبد المطلب
ما سميت ابنك؟ قال سميته محمدا. اللهم صل وسلم وبارك عليه. فقالوا قد رغبتنا السماء يا بارك. قال أردت أن يحمده من على القبراء. محمدا سموا نبي الهدى وهو حق الناس بالحمد. صلى عليه الله ما أشرقت شمس الضحى في ذلك السعد. فلما كان وقت ظهور أسراره وسراق القلب بأنواره، فبينما هي آمنة رضي الله عنها في بيتها وحيدا مستأنس ببركاته وهي فريدا، ولم تشعر إلا وقد أشرق في بيتها النور وعمها الفرح والسرور، وأقبلت الملائكة والحور وحف حجرتها أنواع الطيور، وهي تسمع ازدحامهم واحتفالهم بقدوم الحبيب همسا، وكيف لا وسيد العالمين في بيتها أمسى. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد. يا ربي صل وسلم. صل رب العالمين على سيد الكونين والسرج. إن بيتا أنت ساكنه ليس محتاجا إلى السرج. وجهك الوضاح حجتنا يوم يأتي الناس بالحجج. صل رب العالمين على سيد الكونين والسرج. ومريضا أنت زائره قد أطاه الله بالفرج. فاز من قد كنت بغيته وسما في أرفع الدرج. صل رب العالمين على سيد الكونين والسرج. باذلا في الحب مهجته سامحا بالروح والمهج. يا كريم الجود راحته فكفيت البحر واللجج. صل رب العالمين على سيد الكونين والسرج. أنت منجينا من الحرق من لهيب النار والأجج. صل رب العالمين على سيد الكونين والسرج. ذنبنا ما حيل يمنعنا من ظروف الدمع والعجج. حبكم في قلبنا محو من رئين الذنب والحرج. صبكم والله لم يخب لكمال الحسين والبهج. صل رب العالمين على سيد الكونين والسرج. إننا نرجو لشافعنا لصلاح الدين والنهج. وهو نجانا من البلوى طيبه في العالم الأرج. صل رب العالمين على سيد الكونين والسرج. ربي وارزقنا زيارته قبل الروح والخرج. صل يا ربي على الهادي لسبيل الحق والفرج. صل رب العالمين على سيد الكونين والسرج. قال لي ابن زيد رحمه الله تعالى كان إلى جانب رجل ذمي وكنت في شهر ربيع الأول أدعو الفقراء وأعمل مولد النبي صلى الله عليه وسلم. فقال لي ذلك ذمي لم تفعل في هذا الشهر دون غيره؟ فقلت فرحا بمولد رسول الله صلى الله عليه وسلم لأنه ولد في هذا الشهر. فجعل يعزو بي فعز علي ذلك وجدت من ذلك أمرا عظيما. فلما نمت في تلك الليلة رأيت رسول الله صلى الله عليه وسلم في المنام فقال لي ما بك؟ فأخبرت بخبري مع ذمي فقال لا تحزن فإني أتي لك غدا
وهو مؤمن. قال واستيقظت وكذا يد وجدي وأنتظ إنجاز وعدي والسحب المدامع. قال جلت على خد وإذا بالباب يطرق والذمي يقول افتح فقال صدق قلبي إن كان الحبيب قد كان عندك فالبارحة قد كان عندي. قال فتحت الباب فدخل وهو يقول لا إله إلا الله محمد رسول الله صلى الله عليه وسلم. فقلت ما شأنك؟ قال رأيت الليلة رجلا حسن الوجه طيب الراية عظيم الهيبة أزج الحاجبين سهر الخدين إذا تكلم فعليه البهاء وإذا صمت فعليه الوقار حلو المنطق إذا طلع تقول هذا البدر المنير وإذا مشى يفوه من المسك والعنبر ما حسن وجهه ما طيب رايته. فأردت أن أقبل يديه قال أتقبل يدي أنت على غير ديني. فقلت من أنت الذي من الله علي بك؟ قال أنا الذي رسلت رحمة للعالمين صلى الله عليه وسلم. أنا سيد الأولين والآخرين صلى الله عليه وسلم. أنا محمد خاتم النبيين صلى الله عليه وسلم ورسول رب العالمين صلى الله عليه وسلم. فقلت لا إله إلا الله محمد رسول الله صلى الله عليه وسلم. ففتح يديه وعانقني ثم قال هذه الجنة وذاك القصر لك. فقلت ما علام ذلك؟ قال أنت موت غدا. قال صاحب الحكاية فبينما هو يحدثني وإذا بالباب يطرق وقائل يقول إن كنت أنت حظيت يوما باللقاء زال الجفا عنا وقد زال الشقاء. فقلت له من هؤلاء؟ قال زوجتي ابنتي. قال وثخلته ما تقولان؟ لا إله إلا الله محمد رسول الله صلى الله عليه وسلم. فقال هما كيف إيمانكما؟ قالتا رأينا كما رأيت راعيين وإن كان وعدك بقصر فقد وعدنا بقصرين. قال فمات الرجل في الوقت في الغد ماتت ابنته وفي الثالث مات زوجته رحمه الله تعالى ورحمنا معهم. الحمد لله جل أمة سيدنا محمد صلى الله عليه وسلم كلما ذكره ذاكرون وغفل عن ذكره الغافلون. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد يا ربي صل وسلم. الله ولي نعم الولي صلوا على هذا النبي محمد. أحيا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد. جاءت لمولده الشريف بشائر وخوارق العادات ليلة مولدي. الله ولي نعم الولي صلوا على هذا النبي محمد. آياته والمعجزات كثيرة شهدت بصحتها عقول الحسد. البدر شق بأمره والشمس إذ غربت له ردت بغير تردد. الله ولي نعم الولي صلوا على هذا النبي محمد. والوحش والأشجار قد سجدت له وعليه قد صلمن بعد تشهد. ومن اليسير سقاوات عم جيشه حتى اكتفوا ويسيره لم ينفد. الله ولي نعم الولي صلوا على هذا النبي محمد. وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد. أوصافه ما ينتهي تعدادها فالمدح يقصر عن بلوغ المقصد. الله ولي نعم الولي صلوا على هذا النبي محمد. يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي. قد حل بي ما قد علمت من الأذى
والظلم والضعف الشديد فاصعدي. الله ولي الله ولي نعم الولي. صلوا على هذا النبي محمد. ولي سوى حبي لديك وصيلة، فمن علي بفضل جودك سعدي. إني نزيلك والنزيل لديك يا خير الأنام بكل خير يغتدي. الله ولي الله ولي نعم الولي. صلوا على هذا النبي محمد. فعليك منا كل وقت دائما أزكى الصلاة مع سلامي سرمدي. وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي. صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا. ബഹുമാന്യരെ, മൗലീദ് പാരായണം കഴിഞ്ഞു. ഇൻഷാ അള്ളാ ഇനി നമുക്ക് ക്യാമ്പയിൻ സന്ദേശമാണ്. ക്യാമ്പയിൻ സന്ദേശത്തിന് ശേഷം നമ്മുടെ പ്രവർത്തകന്മാർ സലാത്ത് ചൊല്ലിയിട്ടുണ്ട്. 5000-ഓളം സലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ആ പ്രവർത്തകന്മാർക്കും നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും വേണ്ടി പ്രത്യേകം ദുആ ഉണ്ടായിരിക്കുന്നതാണ്. ഇൻഷാ അള്ളാ അടുത്തതായി ക്യാമ്പയിൻ സന്ദേശമാണ്. ക്യാമ്പയിൻ സന്ദേശം നൽകുന്നത് ഇൻഷാ അള്ളാ സമസ്തയുടെ സജീവ പ്രവർത്തകനും നഹ്ജുർ റഷാദ് ചാമക്കാല കോളേജിലെ പ്രൊഫസറും അതിലുപരി ചാമക്കാല ജുമാ മസ്ജിദ് മഹല്ല് ഖത്തീബുമായ ഉസ്താദ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴയാണ്. ഉസ്താദിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം സമഗ്രം സമ്പൂർണം എന്ന പ്രമേയത്തിൽ നടക്കുന്ന റബീ ക്യാമ്പയിൻ ആചരണത്തിൻ്റെ ഭാഗമായി SYS SKSSF പെരിങ്ങോട്ടുകര യൂണിറ്റ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിലാണ് നാം ഉള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജന്മദിനം കൊണ്ട് ഏറെ അനുഗ്രഹീതമായ ഈ ദിവസം സത്യവിശ്വാസികളായ അവിടുത്തെ അനുരാഗികളായ ആളുകളെല്ലാം എന്തെന്നില്ലാത്ത ആനന്ദത്തിലും സന്തോഷത്തിലുമാണ്. കോവിഡ് എന്ന മഹാമാരി നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേകമായ പ്രതികൂല കാലാവസ്ഥയിലും റബീഉൽ അവൽ 12 നമ്മിലേക്ക് സമാഗതമാവുമ്പോൾ ഒരു അനുരാഗിയായ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിക്ക് ഈ ദിനത്തിൽ അവരുടെ സന്തോഷവും അവരുടെ ആനന്ദവും പ്രകടിപ്പിക്കാതിരിക്കാൻ സാധ്യമാവുകയില്ല എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും വളരെ സിമ്പിളായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ജന്മദിനത്തിൽ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ ജന്മദിനത്തിൽ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. മറ്റൊന്നും നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ ആ സന്തോഷത്തിൻ്റെ ഭാഗമായി മാറാറുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറം, അതിനേക്കാളൊക്കെ 10,000 മടങ്ങ് നമ്മൾ സന്തോഷിക്കേണ്ടതല്ലേ നമ്മുടെ പ്രിയപ്പെട്ട നായകൻ്റെ ജന്മദിനത്തിൽ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇതിനെ നിഷേധിക്കുന്ന, ഇതിനെ നിരാകരിക്കുന്ന ആളുകളുടെ വാദങ്ങൾ തികച്ചും നിരർത്ഥകമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നു. 63 വർഷക്കാലത്തെ വളരെ ഹ്രസ്വമായ കാലയളവ് നമുക്ക് മുൻപേ ജീവിച്ചു. ഏറ്റവും ഉദാത്തമായ ഉത്തമമായ മാതൃക നമുക്ക് കാണിച്ചു തന്നു. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ജീവിതത്തിൻ്റെ നിഗല മേഖലകളിൽ ഉള്ള ആളുകൾക്കും ഉത്തമമായ മാതൃകയുണ്ട്. ഒരു നല്ല പിതാവ് എങ്ങനെയാവാം, ഒരു നല്ല ഭർത്താവ് എങ്ങനെയാവാം, ഒരു നല്ല സുഹൃത്ത് എങ്ങനെയാവാം, ഒരു നല്ല നേതാവ് എങ്ങനെയാവാം, ഒരു നീതിമാനായ ഭരണാധികാരി എങ്ങനെയാവണം എന്നുള്ള എല്ലാ വിധത്തിലുള്ള, ഒരു നല്ല അധ്യാപകൻ്റെ,
ഏറ്റവും നല്ല സമ്പൂർണ്ണ സൽഗുണങ്ങൾ ഒത്തിണങ്ങിയിട്ടുള്ള ഒരു അയൽവാസിയുടെ ഈ അർത്ഥത്തിൽ ചിന്തിച്ചാൽ എല്ലാവർക്കും പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ തികഞ്ഞ മാതൃക നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ പരാജയം ആ ജീവിതത്തെ സമ്പൂർണ്ണമായ അർത്ഥത്തിൽ അനുധാവനം ചെയ്യാൻ നമുക്ക് സാധ്യമാകുന്നില്ല എന്നിടത്താണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഏറ്റവും ഉദാത്തമായ ഉത്തമമായ മാതൃകയാണ് നിങ്ങൾക്കുള്ളത്. 63 വർഷക്കാലത്ത് ജീവിതത്തിനിടക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവിടുത്തെ വളരെ തിളക്കമാർന്ന ആ ജീവിതത്തെ നിരൂപിച്ച ആളുകൾക്ക് പോലും പ്രത്യക്ഷത്തിൽ മറ്റൊരു ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ആ സമഗ്രമായ ജീവിതത്തെ അടുത്തറിയുകയും പഠിക്കുകയും ചെയ്ത ആളുകളൊക്കെ അവിടുത്തെ ജീവിതത്തിൽ ആകൃഷ്ടരായി തീർന്നിട്ടുണ്ട്. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്താണ് പറഞ്ഞത്? കാന ഖുലുഖുൽ ഖുർആൻ. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടുമുട്ടിയിട്ടുള്ള സ്വഹാബിവര്യന്മാർ ചോദിച്ചു, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവം ഏത് രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്? ആ സമയത്ത് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നൽകിയിട്ടുള്ള മറുപടി നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ്, നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നാം ഏറെ പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമാണ്, നാം ആത്മവിചിന്തനം നടത്തേണ്ടതുമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന ഖുലുഖുൽ ഖുർആൻ, എൻ്റെ പ്രിയപ്പെട്ട പ്രിയതമൻ്റെ, എൻ്റെ പ്രിയപ്പെട്ട നേതാവിൻ്റെ ജീവിതം, അവിടുത്തെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്ന് ബീവി സയ്യിദത്ത് ആയിഷ റളിയല്ലാഹു അൻഹ. മറ്റൊരു ഹദീസിൽ കാണാം, മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫഹിഷ. അള്ളാഹുവിൻ്റെ റസൂല് മോശപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്യുന്നവരോ മോശപ്പെട്ട ഒരു കാര്യം പറയുന്നവരോ ആയിരുന്നില്ല എന്നും ഹദീസുകളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. ഏറ്റവും ഉദാത്തമായ മാതൃക, ഏറ്റവും ഉത്തമമായ സൽഗുണങ്ങൾ ഒത്തിണങ്ങിയിട്ടുള്ള ജീവിതം, ഈ മാതൃക കാണിച്ചു തരാൻ ലോകത്ത് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ മറ്റാർക്കും സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് പരമമായ വസ്തുത. അവിടത്തോട് മഹബത്ത് വെക്കുന്ന ആളുകൾ, അവിടത്തോട് ഇഷ്ട് വെക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അവിടുത്തെ അനുധാവനം ചെയ്യുന്ന വിഷയത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂല് ജീവിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടിയുള്ള എളിയ ശ്രമങ്ങൾ സത്യവിശ്വാസികളായ നമ്മുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്ന എന്ന ചരിത്രത്തിൽ പേരെടുത്ത പ്രമുഖനായ സ്വഹാബിയാണല്ലോ. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് മുത്തബിഉസ് സുന്ന എന്ന അപരനാമത്തിൽ ബഹുമാനപ്പെട്ടവർ അറിയപ്പെടാൻ തുടങ്ങിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നിരുന്നത് പോലെ, അവിടുന്ന് സംസാരിച്ചിരുന്നത് പോലെ, അവിടുന്ന് ചിരിച്ചിരുന്നത് പോലെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടക്കങ്ങളിലും അനക്കങ്ങളിലും ഇത്തിബാ ചെയ്യാൻ, അനുധാവനം ചെയ്യാനുള്ള ശ്രമങ്ങൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ പ്രത്യേകമായ സമയത്ത് ജീവിതം സമഗ്രം സമ്പൂർണം എന്ന പ്രമേയത്തിൽ ഈ ക്യാമ്പയിൻ കൊണ്ട് നടക്കുമ്പോൾ, ഇത് ആചരിക്കുമ്പോൾ എനിക്കെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ റസൂലിനെ അടുത്തറിയുക, പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ അടുത്തറിയുക. കേവലം ചില പ്രഭാഷണ ശകലങ്ങളിൽ നിന്ന് കേട്ടതല്ലാതെ, നമ്മുടെ ബാല്യകാലത്ത് അത്രയൊന്നും കാര്യമായ ബോധം നമുക്കില്ലാത്ത സമയത്ത് നമ്മൾ പരിശുദ്ധ ഹബീബിനെ മനസ്സിലാക്കിയതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള വായനകൾ, നിരന്തരമായ വായനകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ട എത്രയോ പുസ്തകങ്ങൾ മലയാളത്തിലും എല്ലാവിധ ഭാഷകളിലും ലഭ്യമാണ്. നമുക്ക് ലഭ്യമാകുന്ന ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം മുതൽ വഫാത്ത് വരെയുള്ള അവിടുത്തെ സംഭവ ബഹുലമായ അടക്കങ്ങളും അനക്കങ്ങളും വരെ രേഖപ്പെടുത്തപ്പെട്ട സമ്പൂർണമായ അവിടുത്തെ
ജീവിതത്തെ പറ്റിയുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥം നമുക്ക് വായിക്കാൻ സാധ്യമാവുകയാണെങ്കിൽ നാം അറിയാതെ തന്നെ അവിടത്തോടുള്ള മഹബത്തും ഇഷ്കും അവിടത്തോടുള്ള അനുധാവനവും നമ്മളിൽ സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനായുള്ള ശ്രമങ്ങളൊക്കെ നടത്തണം. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഏത് അനുവാചകർക്കും കൃത്യമായി വളരെ ആയാസത്തോടു കൂടെ വായിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള എത്രയോ ഗ്രന്ഥങ്ങൾ മലയാളത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ വിഷയമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ലഭ്യമാകുന്ന ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഈ റബീഉൽ അവ്വൽ പൂർത്തിയാകുമ്പോഴേക്കും വായിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊക്കെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരുവിധ സംശയവുമില്ല. അല്ലാഹു തആല പരിശുദ്ധ ഹബീബിൻ്റെ യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ, ആശിഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അവിടത്തോടുകൂടെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല നാം ഏവർക്ക് മഹത്തായ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പെരിങ്ങോട്ടുകര SYS SKSSF പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകർക്ക്, ഇത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും നബിദിന ആശംസകൾ നേർന്നുകൊണ്ട് ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷുഹൈബ് ഉദവി ഉസ്താദ് വളരെ വിലപ്പെട്ട സന്ദേശമാണ് നമുക്ക് കൈമാറിയിട്ടുള്ളത്. ഉസ്താദിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകന്മാർ ചൊല്ലിയ 5000-ഓളം വരുന്ന സലാത്തിൻ്റെ ദുആയാണ്. സ്വലാത്ത് ചൊല്ലിയവർക്കും അതിലുപരി നമ്മുടെ എല്ലാ പ്രവർത്തകന്മാർക്കും വേണ്ടി പ്രത്യേകം ദുആ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ ക്യാമ്പയിൻ്റെ ഒരു അജണ്ടയിൽപ്പെട്ട പൊതുകാര്യങ്ങളിൽ പ്രവർത്തകരുടെ പങ്കാളിത്തം എന്ന വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് നബിദിനത്തിനോടനുബന്ധിച്ചുള്ള ഭക്ഷണ വിതരണത്തിന് സഹായ സഹകരണങ്ങളുമായി നമ്മുടെ പ്രവർത്തകന്മാർ ആയ ഒരുവിധം ആളുകൾ, സാജിദ് ഭാരവാഹികളും SYS ഭാരവാഹി മുഹമ്മദ് ഹനീഫ സാഹിബ്, ഇസ്മായിൽ സാഹിബ്, സലാം സാഹിബ്, അങ്ങനെ പേരെടുത്ത് പറയുന്നതും അല്ലാത്തവരുമായ കുറേ വ്യക്തികളും ഇൻഷാ അല്ലാഹ് നമ്മുടെ SYSൻ്റെ പഴയ സെക്രട്ടറി, ഇപ്പോൾ SKSFൻ്റെ ഭാരവാഹികളിൽപ്പെട്ട ആളുമായ സാദിഖ് വലിയകത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളും വളരെ അഭിനന്ദന അർഹമാണ്. ഇൻഷാ അല്ലാഹ് നാഥൻ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിരുന്നാലും നമുക്ക് ഇവർക്ക് വേണ്ടി നമ്മുടെ ഇതിൽ ഈ പ്രവർത്തകന്മാരുടെ പങ്കാളിത്തമുള്ളത് കൊണ്ട് നമുക്ക് നിർബന്ധമായും ദുആയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം ദുആയിലേക്ക് കടക്കാം. ദുആ ചെയ്യുന്നതിന് വേണ്ടി മദിലകം റേഞ്ച് ഭാരവാഹിയും സെൻട്രൽ ജുമാ മസ്ജിദ് തുപ്രാർ ഖത്തീബുമായ അൽ ഹാഫിള് ഡോക്ടർ അഹമ്മദ് നൗഫൽ റഹ്മാനി ഉസ്താദിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈക്കൽ മസീർ. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാ ലി സിവാക വലാ അൽവി വലാ ഹദീ വഅലമു യാ ഉമ്മത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495 ജന്മദിനത്തോടനുബന്ധിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാഘോഷത്തിൻ്റെ ഭാഗമായി തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം സമഗ്രം സമ്പൂർണം എന്ന പ്രമേയത്തിൽ SYS SKSSF പെരിങ്ങോട്ടുകര യൂണിറ്റിൻ്റെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന റബീ ക്യാമ്പയിൻ്റെ സമാപനത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വളരെ വിശാലമായ ബഹുമാനപ്പെട്ട ഉസ്താദ് ഷുഹൈബ് ഉദവി അവരുടെ സന്ദേശവും നസീഹത്തൊക്കെ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കൂടുതൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമ്മൾ എത്ര സംസാരിച്ചാലും തീരാത്തതും മതിയാകാത്തതും കഴിയാത്തതുമാണ്. അത്
കൂടുതൽ സംസാരിച്ചു എന്നുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടായി തോന്നാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. മൊത്തത്തിൽ നാം ഏത് സന്ദേശം കേൾക്കുമ്പോഴും അതൊക്കെ അധികപ്പറ്റായി ഒന്നൊരിക്കലും തോന്നിപ്പോകരുത്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവർത്തകർ ചെയ്യുന്ന സേവനം നിസ്സാരമായി നമ്മൾ കാണരുത്. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെയൊക്കെ ദുആയും അതുപോലെ തന്നെ അവരുടെയൊക്കെ സന്ദേശവും നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകരൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്തു തരുമ്പോൾ അത് നാം നിസ്സാരമായി കാണരുത്. വളരെ ആത്മാർത്ഥമായൊരു സേവനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് SYSKSSF എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് പെരിങ്ങോട്ടര യൂണിറ്റിൻ്റെ വളരെ ചുരുങ്ങിയ ആളുകളാണെങ്കിലും അതിൻ്റെ അംഗബലത്തെ നോക്കാതെ വളരെ വ്യക്തമായി തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കാര്യങ്ങൾ യഥാവധി മുന്നോട്ട് കൊണ്ടുപോകുന്ന വിഷയത്തിൽ, പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുന്ന നിങ്ങളൊക്കെ അനുഗ്രഹിച്ച വിഭാഗമാകുന്ന ആ വിഭാഗത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ, ആ അനുഗ്രഹിച്ച വിഭാഗമായ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് പറയുന്ന ശുഹദാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ കാണിച്ചെന്ന മാതൃക, അഥവാ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു വളച്ചുകെട്ടില്ലാതെ മറുപടി പറയാൻ കഴിയുന്ന രീതിയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ പതിപ്പായി നമുക്ക് കാണിച്ചു തരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അവരുടെ കൽപ്പനകളും കാര്യങ്ങളൊക്കെ യഥാവധി മുന്നോട്ട് നയിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരിക്കലും സംശയത്തിനിടവരാത്ത രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ അഥവാ ആഖിറത്തിലേക്കുള്ള നമ്മുടെ വഴിത്താരയെ വളരെ സുന്ദരമായി നമുക്ക് ധന്യമാക്കി തരുന്ന നമ്മുടെ പ്രവർത്തകർ, അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ ഗ്രൂപ്പിലുള്ളവരോട് മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിസ്സാരമായി നിങ്ങൾ കാണരുത്. വളരെ വ്യക്തമായി നമ്മളിത് മനസ്സിലാക്കണം. വളരെ വളരെ വ്യക്തമായി തന്നെ വളരെ ഗൗരവത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം, അതിൻ്റെ പ്രവർത്തകർ നമുക്കാവശ്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ചെയ്തു തരുമ്പോൾ ആരെയും തോൽപ്പിക്കാനോ ആരെങ്കിലും വേറെന്തെങ്കിലും രീതിയിൽ കാണാനോ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ, നമ്മുടെ ആഖിബത്ത് രക്ഷപ്പെടാൻ, നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ പെട്ടുകൊണ്ട് നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ചോടമെന്ന ആഗ്രഹത്തോടു കൂടി നമ്മുടെ മുൻഗാമികൾ കാണിച്ചെന്ന യഥാർത്ഥ പാതയിലൂടെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രവർത്തകർ. നിങ്ങൾ അവർക്ക് വേണ്ടതായ എല്ലാ സഹായ സഹകരണങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയും പ്രഖ്യാപിച്ച് അവരുടെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഇന്ന് കലുഷിതമായ അന്തരീക്ഷത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഘോഷം വന്നിട്ട് യഥാർത്ഥമായി നമ്മുടെ പള്ളികളിൽ പോയി മൗലൂദ് കഴിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രതിസന്ധികളെ, പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടങ്ങാത്ത പ്രണയത്തിൻ്റെ, അനുരാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആ തിരമാല നമ്മിലേക്ക് നമുക്ക് അടിച്ചു വീശാൻ വേണ്ടി, ആ തിരമാലകളെ നമ്മളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി നമ്മുടെ പെരുങ്ങോട്ടുകാരായ SYSൻ്റെയും SKSFൻ്റെയും യൂണിറ്റ് പ്രവർത്തകർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, നാം അതിന് സർവ്വ പിന്തുണയും സർവ്വ സഹായ സഹകരണം ചെയ്യണം. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. പ്രത്യേകിച്ച് ആ പ്രവർത്തകർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മനസ്സിലാക്കേണ്ടത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മീലാദുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ നിസ്സാരമായി കാണാതെ, എന്തൊക്കെയാണെങ്കിൽ തന്നെയും അതിലെന്ത് കാര്യമുണ്ടോ ഇല്ല എന്നതിനപ്പുറം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് മനസ്സാ വാചാ കർമ്മണ നാം ഉൾക്കൊണ്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ, നമ്മൾ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ ഈ റബീഉൽ അവ്വലിൻ്റെ പുണ്യം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ആത്മീയമായ ബന്ധം സ്ഥാപിക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കൂടുതൽ അടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد.
بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجن آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم انزله المقعد المقرب عندك يوم القيامة يا رب العالمين. رب ارحمهما كما ربياني صغيرا. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأهلنا ولجيراننا ولمن تعلقوا بنا ولمن ماتوا منا ولمن نويناهم ولحجاجنا ولأمي ولجميع أمة محمد صلى الله عليه وسلم وقنا وإياهم شر ما قضيت. اللهم اجمع بيننا وبينها وبينهم في دار جناتك النعيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. لا إله إلا أنت سبحانك إني كنت من الظالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم. جزا الله عنا محمدا صلى الله عليه وسلم بما هو أهله وصحبه أجمعين. റഹ്മാനും റഹീമുമായ അള്ളാഹുവെ ഞങ്ങളെ നീ കബൂലാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ നീ സ്വീകരിക്കണേ അള്ളാഹ്. എല്ലാം നീ സ്വാലിഹായി കർമ്മമാക്കണേ തമ്പുരാനെ. അതിൻ്റെ കമ്മിസിലസാമ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അള്ളാഹ്. അവിടുത്തെ ദറജ ഉയർത്തണേ അള്ളാഹ്. വസീലത്ത് ഫദീലത്ത് പദവി നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹു അവിടുത്തെ എല്ലാ നന്മകളും ഗുണത്തെയും അവിടത്തേക്ക് ചൊരിയണേ തമ്പുരാനെ. അള്ളാഹുവെ മറ്റ് മുഴുവൻ അമ്പിയാക്കൾ ഔലിയാക്കൾ ഉലമാക്കൾ ശുഹദാക്കൾ വിശിഷ്യ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും മറ്റു മുഴുവൻ സ്വാലിഹീങ്ങൾ മഹാന്മാർ മുത്തഖീങ്ങളിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ അവരുടെയൊക്കെ മദത് ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ്. അവരുടെ ദറജ ഉയർത്തണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ അയൽവാസികൾ കൂട്ടുകുടുംബാദികൾ അള്ളാഹു ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സഹായിക്കുന്ന മുഴുവൻ ആളുകളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അള്ളാഹുവെ മുഴുവൻ മുഅ്മിനീന മുഅ്മിനാത്ത് മുസ്ലിമീന മുസ്ലിമാത്ത് അള്ളാഹുവെ ഞങ്ങളുമായി കടപ്പെട്ടവർ കടപാടുള്ളവർ അള്ളാഹ് മുഴുവൻ ആളുകൾക്കും നീ എത്തിക്കണേ അള്ളാഹ്. അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അള്ളാഹ്. അള്ളാഹുവിടെയും ഞങ്ങളെ ദറജയേറ്റി നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവിടുത്തെ ശഫാത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ കോരി കുടിക്കാൻ നിങ്ങൾക്കും അവർക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹിസാബില്ലാത്ത സ്വർഗം അവർക്കും ഞങ്ങൾക്കും നൽകണേ തമ്പുരാനെ. അതിനുവേണ്ടി ഞങ്ങളൊക്കെ ജീവിതം നന്നാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അർശിൻ്റെ തണൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെ ബന്ധങ്ങൾ അതിനെ സബബാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയവരുണ്ട് തമ്പുരാനെ. അള്ളാഹുവിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ടല്ലാ നാളെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കടക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അവിടുത്തെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ അല്ലാ. അവിടുത്തെ ജിവാറിലാക്കി തരണേ അല്ലാ. അവിടുത്തെ മദദ് ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മരണസമയത്ത് അവിടുത്തെ സാന്നിധ്യം നൽകണേ അല്ലാ. ഖബറിൽ അവിടുത്തെ സാന്നിധ്യം നൽകണേ അല്ലാ. മഹ്ശറയിൽ അവിടുത്തെ ഷഫാത്തിൽ ഉൾപ്പെടുത്തി തരണയല്ലാ. അല്ലാഹുവേ ദുനിയാവിൽ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ അവിടുത്തെ സ്വപ്നത്തിൽ കാണാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണയല്ലാ. അവിടുത്തെ റൗളയിൽ പോയി മനം നിറയെ സ്വലാത്ത് ചൊല്ലാൻ സലാം പറയാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണയല്ലാ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി അല്ലാ. എല്ലാം നീ മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളൊരാളെയും തെറ്റുകാരായി മരിപ്പിക്കല്ല അല്ലാ. സർവമാന തെറ്റിൽ നിന്നും മാറി നിന്ന് തൗബ ചെയ്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതം ധന്യമാക്കി നീ ഇഷ്ടപ്പെട്ട സ്വാലിഹായ പൊരുത്തപ്പെട്ട അടിമയായി ലോകത്തുനിന്ന് വിട പറയാൻ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണേ തമ്പുരാനെ. ഒരുപാട് രോഗികളുണ്ടല്ലോ, നീ ശിഫ നൽകണേ അല്ല. പ്രത്യേകിച്ച് കോവിഡുമായി ബന്ധപ്പെട്ട് അല്ലാഹുവെ നീ സലാമത്തിലാക്കണേ അല്ല. ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അല്ലാഹു ഒരുപാട് ആളുകളല്ല, നീ ശിഫ നൽകണേ അല്ല. ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവെ ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവെ ഹിദായത്തും ആഫിയത്തും നൽകണേ അല്ല.
കടങ്ങളുള്ളവരുണ്ടല്ലോ വീട്ടാനുള്ള വഴികൾ എളുപ്പമാക്കണേ തമ്പുരാനെ. സാമ്പത്തികവും ശാരീരികവും മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ എല്ലാത്തിനും പരിഹാരം കാണണേ അല്ലാ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്ത് ചൊല്ലിക്കൊണ്ടുള്ളതോ ചോദ്യമാണല്ലോ തമ്പുരാനെ, നീ കബൂലാക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കളുണ്ടല്ലോ അനുയോജ്യമായ ഇണകളെ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ സന്താനങ്ങളില്ലാത്തവരുണ്ട്, സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ല. നൽകിയ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ല. ഞങ്ങളെ പഠിപ്പിക്കുന്ന മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ല. അവരെ ഹിഫ്ളിലും ഇൽമിലും ബുദ്ധിയിലൊക്കെ ബറക്കത്ത് ചെയ്യണേ അല്ല. ഞങ്ങൾ ഏർപ്പെടുന്ന സർവ്വമാന മേഖലയിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ല. അള്ളാഹു ചെയ്യുന്ന ജോലികളിലും ബിസിനസ്സുകളിലും ശമ്പളങ്ങളിലൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ല. ഞങ്ങളെ വാഹനങ്ങൾ, ഞങ്ങളെ വീടുകൾ, ഞങ്ങളെ പറമ്പുകൾ, ഞങ്ങളെ ബിസിനസ് മേഖലകൾ എല്ലാത്തിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അള്ളാഹുവേ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുമായി കൊണ്ട് വസീത്ത് ചെയ്തവർ അള്ളാഹുവേ ആരാരും അറിയാതെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹുവേ എല്ലാം അറിയുന്നവൻ നീയാണ് തമ്പുരാനെ. ഏറ്റെടുക്കണയല്ല, കബൂലാക്കണയല്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രവർത്തകർ അല്ലാഹുവിൻ്റെ സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി സമസ്തയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന അള്ളാഹുവേ നിൻ്റെ യുവാക്കൾ, അള്ളാഹുവേ നിൻ്റെ ദീനിൻ്റെ ഖാദിമീങ്ങൾ കബൂലാക്കണേ തമ്പുരാനെ. നീ ഏറ്റെടുക്കണയല്ല. അവരുടെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കിടയിലും അവരുടെ ജോലി തിരക്കുകൾക്കിടയിലും അള്ളാഹു ഇതിന് സമയം കണ്ടെത്തുന്നവർ അള്ളാഹുവേ നീ ഏറ്റെടുക്കണേ അല്ലാ. അർശിൻ്റെ തണലൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. നീ ഏറ്റെടുക്കണേ തമ്പുരാന്. അവരെ കാര്യങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ല. അവർക്ക് സർവ്വപിന്തുണയുമായി നൽകുന്ന സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു അവരെയും നീ കബൂലാക്കണേ തമ്പുരാന്. ഒരുപാട് നന്മകൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ അവർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഒരുപാട് സമയവും സമ്പത്തും ആരോഗ്യവും ചെലവഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകൾ പേരിൽ തട്ടിക്കളയല്ല തമ്പുരാനെ. കബൂലാക്കണയല്ല. നീ ഒന്ന് ഏറ്റെടുക്കണേ തമ്പുരാനെ. നിന്റെ മഹാന്മാരൊക്കെ കടന്നു പോയതുപോലെ ഒരുപാട് നന്മകളൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങളൊക്കെ വല്ലാത്ത ആഗ്രഹത്തിലും പ്രതീക്ഷയിലും ആ മഹാന്മാർ വിശിഷ്യ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്നതരമാരായ ഔലിയാക്കളുടെയും സൂഫിയാക്കളുടെയും വഴി കണ്ടതിലൂടെ സഞ്ചരിക്കുന്നവരാ അതിൻ്റെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളെല്ലാവരും വിശിഷ്യ ഈ പ്രവർത്തകരെയൊക്കെ നീ കബൂലാക്കണേ. അർഹമായ രീതിയിൽ എല്ലാവർക്കും നീ പ്രതിഫലം നൽകണേ അല്ലാഹുവേ സാധുക്കളായ പാപികളായ അടിമകളാണ് തമ്പുരാൻ. നിന്നോടല്ലാതെ ഞങ്ങൾക്കാരോടാണ് റബ്ബേ ചോദിക്കാനുള്ളത്. കബൂലാക്കണേ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. ഞങ്ങളൊക്കെ മോശക്കാരാണെങ്കിൽ നീ വലിയവനാണ്. നിന്റെ ഖജനാവ് വിശാലമാണ്. അല്ലാഹുവേ ഔദാര്യമായി ഓശാരമായി ഞങ്ങൾക്കൊക്കെ ചൊരിയണേ തമ്പുരാനെ. നീ ഏറ്റെടുക്കണേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ജന്മദിനത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തിൻ്റെ ഖുർആൻ്റെ ദിക്റിൻ്റെ ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ടല്ലാ, ഈ ഗ്രൂപ്പിലുള്ള മുഅ്മിനീങ്ങളെ മുഹിബ്ബീങ്ങളെ സഹോദരി സഹോദരന്മാരെ ബറക്കത്ത് കൊണ്ട് നീ കബൂലാക്കണേ ഏറ്റെടുക്കണേ പരാജയപ്പെടുത്തല്ല പരീക്ഷിക്കല്ല തമ്പുരാനെ. സലാമത്തിലാക്കണേ അല്ലാഹുവെ അനുഗ്രഹിക്കണേ സഹായിക്കണേ റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈകൽ മസീർ. ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اقض حاجاتنا وحاجات من أوصانا وحاجات من نبيناهم وحاجات من أعاننا وحاجات المسلمين يا قاضي الحاجات. واشف أمراضنا وأمراضهم يا شافي الأمراض. اللهم اجعل هذا العمل وسائر أعمالنا لرضاك يا رب العالمين. اللهم توفنا مسلمين والحقنا وإياهم بالصالحين. رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി പറയുന്നതിനായി
SKSF പെരിങ്ങോട്ടുകര യൂണിറ്റ് സെക്രട്ടറി അഹമ്മദ് സാലിഹ് പാണ്ടോളി അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. SOS SKSSF പെരിങ്ങോട്ടുകര യൂണിറ്റിന്റെ സംയുക്താഭിമുഖ്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം സമഗ്രം സമ്പൂർണ്ണം എന്ന പ്രമേയത്തിൽ നടന്ന ഈ ക്യാമ്പയിനിൽ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഷബീർ ബാക്കവി ഉസ്താദിനും ക്യാമ്പയിൻ പ്രഭാഷണം നിർവഹിച്ച ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ ഉസ്താദിനും ഭക്തി നിർഭരമായ ദുആയ്ക്ക് നേതൃത്വം നൽകിയ അൽ ഹാഫിദ് ഡോക്ടർ അഹമ്മദ് നൗഫൽ റഹ്മാനി ഉസ്താദിനും SKSSFിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർക്കും മറ്റു വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.